ഹലോ എവ്രിവൺ, എല്ലാവർക്കും നീൽസ് അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. CUET UG കെമിസ്ട്രിയുടെ ഓൺലൈൻ ക്ലാസ്സസ് ആണ് നമ്മൾ ഇന്നിവിടെ എടുക്കുന്നത്. സോ അതിനകത്ത് ഒരു പുതിയ ചാപ്റ്റർ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. +2 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ എടുത്തു പോകുന്നത്. അതിനകത്ത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ചാപ്റ്റർ ആണ് ഈ പറയുന്ന ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. സോ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഇൻട്രൊഡക്ഷൻ പാർട്ടും അതുപോലെ പ്രിപ്പറേഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഹാലോ ആൽക്കെയിൻസ്? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്നുള്ളതാണ്. സോ എന്താണ് ഹാലോ ആൽക്കെയിൻസ്, അതുപോലെ എന്താണ് ഹാലോ അറീൻസ് എന്നുള്ളത് നമുക്കറിയണം. സോ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിന്റെ റെപ്രസെന്റേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഹാലോ, വാട്ട് ഈസ് മീൻ ബൈ ഹാലോ? ഹാലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തായിരിക്കും ഹാലോ പറഞ്ഞു കഴിഞ്ഞാല്? അതെ, ഹാലജൻ ആണ്. ഓക്കെ, ഹാലജനെയാണ് നമ്മൾ ഹാലോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ് ഈ ഹാലജൻസ് അറിയോ? ഏതൊക്കെയാ ഹാലജൻസ്? അല്ലെങ്കിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രാമത്തെ ഗ്രൂപ്പാണ് ഹാലജൻസ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കാറ്? 17th ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാലജൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, സോ അതിനകത്ത് ആരൊക്കെയാ ഉള്ളത്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ. ഓർത്തു വയ്ക്കുക, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇവരെയാണ് നമ്മൾ ഹാലജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ ഓർത്തു വയ്ക്കുക. ഓക്കെ, സോ ഇതിൽ ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും അറ്റോമിക് നമ്പർ കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഫ്ലൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ഉം ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ആണ്. ബ്രോമിൻ ആയതിൻ്റെ നമുക്ക് അങ്ങനെ ആവശ്യം വരില്ല, അതുകൊണ്ടാണ്. സോ ഫ്ലൂറിൻ 9ഉം ക്ലോറിൻ 17 ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. സോ ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഹാലോ ആൽക്കെയിൻസ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10th തൊട്ട് പഠിക്കുന്നതാണ്. ആൽക്കെയിൻ, ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ അല്ലേ? അപ്പൊ ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതെ, സിംഗിൾ ബോണ്ട് ഉള്ള ആൾക്കാരെയാണ് ആൽക്കെയിൻ എന്ന് പറയുന്നത്. ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാരെ ആൽക്കീൻ എന്ന് പറയുന്നു. ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആൾക്കാരെ ആൽക്കൈൻ എന്ന് പറയുന്നു. ഓക്കെ, നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് കാര്യങ്ങൾ നമ്മളൊന്ന് റീകോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, +2 ഓർഗാനിക് കെമിസ്ട്രിയുടെ സ്റ്റാർട്ടിംഗ് ചാപ്റ്റർ ആണ് ഈ പറയുന്ന ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. ഓക്കെ, സോ ഹാലോ ആൽക്കെയിൻസ് ഇനി നമ്മൾ രണ്ടുപേരെയും കൂടെ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ഹാലോ മീൻസ് എന്തായാലും നമ്മൾ പറഞ്ഞേ, ഈ പറയുന്ന ഹാലോജൻസ് ആണ്. സോ ഹാലോജൻസിന്റെ ജനറൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എക്സ് ആണ് കേട്ടോ. എക്സ് ആയിട്ടാണ് നമ്മൾ ഹാലജന് ജനറൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അതേസമയം ആൽക്കെയിൻ ആണ്. ആൽക്കെയിൻ ഗ്രൂപ്പുകളെ നമ്മൾ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ആർ വെച്ചിട്ടാണ്. ആർ എന്ന് പറയുന്ന ഗ്രൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് രണ്ടുപേരെയും കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു ബോണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് എന്ത്? ഹാലോ ആൽക്കെയിൻസ്. കണ്ടോ, ഇതാണ് ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത് ഇവരാണ്. ജനറൽ റെപ്രസെന്റേഷൻ ആണ് ഈ പറയുന്നത് കേട്ടോ. ജനറൽ റെപ്രസെന്റേഷൻ ആണ്, അല്ലാതെ കറക്റ്റ് ഫോർമുല അല്ല. അതായത് എക്സിന് പകരം ആരൊക്കെ ആവാം? ഫ്ലൂറിൻ ആവാം, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയഡിൻ ആവാം. അതുപോലെ ആറിന് പകരമാണെന്നുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും ആവാം. അതായത് CH3 ആവാം. ഓക്കെ, CH3, CH2, അങ്ങനെ ആര് വേണമെങ്കിലും, ഏത് ഹൈഡ്രോ കാർബൺസ് വേണമെങ്കിലും ആവാം. കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള ആര് വേണമെങ്കിലും എന്ത് ചെയ്യാം? ആവാം. ഓക്കെ, ഇതാണ് ഹാലോ ആൽക്കെയിൻസ്. ഇനി ഹാലോ അറീൻസ് എന്താണ്? ഹാലോ മീൻസ് അത് തന്നെയാണ്, ഹലജൻ തന്നെയാണ്. ഇനി അറീൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് റിംഗ് സ്ട്രക്ചറിനെയാണ് അറീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റിംഗ് സ്ട്രക്ചറിനെയാണ് എന്തായിട്ട് അറീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഒരു റിംഗ് സ്ട്രക്ചർ പറയൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു സിമ്പിൾ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ റിംഗ് ആയിട്ടുള്ള ആള് ആരാ? യെസ്, ബെൻസീന അല്ലെ? ബെൻസീൻ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു കോമ്പൗണ്ട് ആണ് ബെൻസീൻ എന്ന് പറയുന്നത്. സോ നോക്കിക്കേ, ഇതാണ് ബെൻസീൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ആര് വന്നിട്ടുണ്ട്? എക്സ് വന്നിട്ടുണ്ട്. എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആര് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ ഇവരെ പറയുന്ന പേരാണ് ഹാലോ അറീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ചാപ്റ്ററിന്റെ എന്താണ് ചാപ്റ്ററിനകത്ത് ഉദ്ദേശിക്കണം എന്നുള്ളവര്
ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ബോത്ത് രണ്ടുപേരെയും നോക്കുന്നുണ്ട്, രണ്ടുപേരും നമ്മൾ മിക്സപ്പ് ആയിട്ടാണ് പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ കുറച്ച് ടൈപ്സ് ഉണ്ട്, അതായത് കുറച്ച് രീതിയിലാണ് ഇവിടെ എന്തിട്ടുള്ളത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ് ആണ്. ഹാലജൻ ആറ്റംസിന്റെ നമ്പർ എത്ര എണ്ണം അവിടെ പ്രസന്റ് ആണ് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോണോ ഡൈ പോളി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഹാലോ ആൽക്കെയിൻസ് ആണ് എടുക്കണമെന്ന് വിചാരിക്കൂ. അപ്പൊ ആറിന് പകരം ഞാൻ എന്ത് CH3 എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ CH3Cl. ഓക്കെ, CH3Cl. അപ്പൊ ഇതൊരു ഹാലോ ആൽക്കെയിൻസ് ആണ് അല്ലെ, ഹാലോ ആൽക്കെയിൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഇതിനകത്ത് എത്ര ക്ലോറിൻ ഉണ്ട്? ഒരു ക്ലോറിൻ അല്ലേ ഉള്ളൂ അല്ലേ? അതെ. സോ ഒരു ക്ലോറിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മോണോ എന്ന് വിളിക്കും അല്ലെ? അറിയാമല്ലോ, നമ്മളത് കഴിഞ്ഞ ക്ലാസ്സുകളിലും കോർഡിനേഷൻ കോമ്പൗണ്ട് എല്ലാം പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞതാണ് മോണോഡെൻഡേറ്റ്, യൂണിഡെൻഡേറ്റ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ക്ലോറിൻ ഒരെണ്ണേ ഉള്ളൂ, ദെർഫോർ അതിന് നമുക്ക് മോണോ എന്നുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അതേസമയം ഈ കോമ്പൗണ്ട് ഒന്ന് നോക്കിക്കേ, ഇവിടുത്തെ കേസ് എന്താ വരുന്നത്? രണ്ട് ക്ലോറിൻ ഉണ്ട് അവിടെ അല്ലെ, രണ്ട് ക്ലോറിൻ ഉണ്ട്. ഓക്കെ ആണല്ലോ, രണ്ട് ക്ലോറിൻ ആണ് അവിടെ ഉള്ളത്. സോ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ഈ കോമ്പൗണ്ടിനെ എന്ത് വിളിക്കാം? ഡൈക്ലോറോ ആണ് വരുന്നത്. ഫുൾ നെയിം ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്ക് അതിന്റെ നൊമൻക്ലേച്ചർ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫുൾ നെയിം പറയാത്തത് കേട്ടോ. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അതെ, അതായത് ഡൈക്ലോറോ എന്നുള്ള രീതിക്കാണ് വരിക അല്ലെ. സോ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. അതേസമയം പോളി, വാട്ട് ഈസ് മീൻ ബൈ പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 2, അറിയാലോ. മോർ ദാൻ 2 എന്നുള്ളതിനെയാണ് പോളി എന്ന് പറയുന്നത്. സോ എന്ത് വരും? ഹാലജൻ ആറ്റംസ് അവിടെ പ്രസന്റ് ആയിരിക്കും, വിച്ച് ഇസ് എന്താ മോർ ദാൻ 2 ആയിരിക്കും. രണ്ടിൽ കൂടുതൽ ഹാലജൻ ആറ്റംസ് വിൽ ബി പ്രസന്റ് ദയർ. അങ്ങനെയുള്ളതാണ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മള് ഹാലോ അറീൻസിൽ എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് വരിക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു ബെൻസിൻ മോളിക്യൂൾ ആണ്, ഇതിനകത്ത് Cl വന്നു, ഇത് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. ഇനി ഞാൻ ഈ ഭാഗത്തും വന്നു കഴിഞ്ഞാൽ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. ഇനിയിപ്പോ ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ അത് പോളി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതായത് റിംഗ് കോമ്പൗണ്ടിൽ സെയിം ആ ഒരു ഡെഫിനേഷൻ തന്നെയാണ്. ഓക്കെ, അതേ ലോജിക്ക് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കോമ്പൗണ്ട്സ് വിത്ത് sp3CX ബോണ്ട്, കാർബൺ ഹാലജൻ ബോണ്ട് കേട്ടോ. ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, നമുക്കറിയാം ആറിന് പകരം CH3 കൊടുത്തു കഴിഞ്ഞാല് RX എന്നുള്ളതാണല്ലോ നമ്മുടെ ജനറൽ ഫോർമുല. സോ അതിനൊരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന CH3X എന്ന് പറയുന്നത് അല്ലെ. സോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ബോണ്ട് ആരൊക്കെ തമ്മിലാണ്? കാർബണും ഹാലജനും തമ്മിലാണ്, അല്ലാതെ ഹൈഡ്രജൻ അല്ല കേട്ടോ. കാർബണും ഹാലജനും തമ്മിലാണ്. ഓക്കെ, ഇനി ഇവിടെ സിംഗിൾ ബോണ്ട് അല്ലേ കാണുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3 ആയിരിക്കും. അത്രേ ഉള്ളൂ. തല പോകഞ്ഞ് ആലോചിക്കാനൊന്നുമില്ല. സിംഗിൾ ബോണ്ട് ആണ്, സോ ഇറ്റ് ഇസ് sp3 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, sp3 ഹൈബ്രിഡൈസേഷനുള്ള CX ബോണ്ടിന്റെ കോമ്പൗണ്ട്സ് ഉണ്ട്, അത് ബേസ് ചെയ്തിട്ട് എന്തുണ്ട്? ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്നാ പറയുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തെയാണ് ആൽക്കൈൽ ഹാലൈഡ്സ്. ഏതാ പറയുന്നത്? ആൽക്കൈൽ ഹാലൈഡ്സ്. അതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കൂ. പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി എന്ന രീതിക്കാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്രൈമറി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മള് Hന്റെ എണ്ണം നോക്കിയാൽ മതി. ഓക്കെ, അതായത് ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ഉണ്ടല്ലോ, ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിലെ ഹൈഡ്രജന്റെ എണ്ണം ഇവിടെ നോക്കിക്കേ. എന്താ ഇവിടെ സംഭവിക്കുന്നത് കാണാമല്ലോ. എന്താ പറയുന്നത്? ആദ്യത്തേതിൽ 2 ഉണ്ട്, പിന്നെ 1 പിന്നെ ഇല്ല. Hന്റെ എണ്ണം നോക്കിയാലും മതി. കിട്ടിയോ? മനസ്സിലായി വിചാരിക്കുന്നു. 6ന്റെ എണ്ണം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ Hന്റെ എണ്ണം നോക്കാനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോ CH ആണ്. അത് എഴുതുന്ന സമയത്ത് ഇങ്ങനെ വരിക, CH2X. ഇവിടെ 2 R, അതാണ് ഈ R2. 2 R ഗ്രൂപ്പ്, അത് ഏത് വേണമെങ്കിലും വരാം കേട്ടോ. R2 എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ Hന്റെ എണ്ണം നോക്കുക. സോ
ഇവിടെ രണ്ടെണ്ണമാണ് എന്നുണ്ടെങ്കിൽ പ്രൈമറിയും, ഒരെണ്ണമാണെങ്കിൽ സെക്കൻഡറി, അതുപോലെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ടേഴ്സറിയാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അത് ആവശ്യമുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ഒക്കെ നിങ്ങൾ തിരിച്ചറിയണം. ബിക്കോസ് ഇനി കമ്മിങ് ചാപ്റ്റർ എല്ലാം ഓർഗാനിക് ചാപ്റ്റേഴ്സ് ആണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ അതിലെല്ലാം എന്താണ് ഈ പറയുന്ന പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി എന്ന് ജസ്റ്റ് പറഞ്ഞു പോകത്തുള്ളൂ. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, സോ നമ്മൾ 2 ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ആ രണ്ടാമത്തേതിൽ ഫസ്റ്റ് ബാച്ച്, ഐ മീൻ ഫസ്റ്റ് ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. അതെങ്ങനെയാ വരുന്നത് നോക്കാം. നോക്കൂ, രണ്ടാമത്തെ എന്ന് പറയുന്നത് ബി, അല്ലൈലിക് അല്ലെങ്കിൽ അല്ലീലിക് ഹാലജൻ ആറ്റം ബോണ്ടഡ് ടു sp3 കാർബൺ നെക്സ്റ്റ് ടു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. ഇനി അല്ലീലിക് കാർബണാ. എന്താ ഈ അല്ലീലിക് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അല്ലീലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ sp3 കാർബൺ പറഞ്ഞല്ലോ, അതായത് CX ബോണ്ട് പറഞ്ഞുവല്ലോ, അതിന് തൊട്ടടുത്ത് ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും. CX ബോണ്ട് പറഞ്ഞു, അതിന് തൊട്ടടുത്ത് എന്തുണ്ടാവും? ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും. തൊട്ടടുത്ത് ഇൻ ദ സെൻസ് CX ബോണ്ടിന്റെ നെക്സ്റ്റ് കാർബണിലുള്ള ഡബിൾ ബോണ്ട്, അങ്ങനെ വേണം കറക്റ്റ് ആയിട്ട് പറയാൻ. ഓക്കെ, ഇതാണല്ലോ CX ബോണ്ട് എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് അടുത്ത കാർബൺ എന്ന് പറയുന്നത് ഇതാ. ഇതിൽ എന്തുണ്ടെന്നാ പറയുന്നത്? ഡബിൾ ബോണ്ട് ഉണ്ടെന്നാ പറയുന്നത്. മനസ്സിലായി? അതിൽ എന്തുണ്ട്? ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ അല്ലീലിക് എന്ന് പറയുന്നത്, അല്ലൈൽ അല്ലെങ്കിൽ അല്ലീലിക് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഫോമിലുള്ള ആൾക്കാർ. അതിന് എക്സാമ്പിൾ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, CH2X കണ്ടോ? അതായത് CX ബോണ്ടിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ആണ് ഇയാള്. അതിലെന്തുണ്ട്? ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? അല്ലീലിക് എന്ന് പറയുന്നത്. ഇനി അതേസമയം ബെൻസൈലിക് വരുന്നുണ്ട്. ബെൻസൈലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആരോമാറ്റിസിറ്റി. ബെൻസീൻ എന്ന് പറഞ്ഞാൽ തന്നെ ആരോമാറ്റിക് ആണെന്ന് അറിയാലോ. സോ ഇവിടെ അതേപോലെ തന്നെയാണ്. C6H5 ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് കേട്ടോ, എന്നാലും നിങ്ങൾക്ക് അത് കറക്റ്റായി മനസ്സിലാവുള്ളൂ. അതിനായിട്ടാണ്. C6H5 CH2X. ഓക്കെ, അതായത് അതിന്റെ ഡബിൾ ബോണ്ട്, ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ട് ബെൻസീനിലുള്ളതെന്ന് അറിയാമല്ലോ. സോ അതില് ഒരു CH2 വന്നു, ദെൻ X വന്നു. അപ്പൊ ഇതിനെ നമ്മൾ ബെൻസൈലിക് ഹാലൈഡ് എന്ന് പറയുന്നത്. സെയിം തന്നെ ഇവിടെ പറഞ്ഞ അതേ അല്ലീലിക്കിന്റെ കേസിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ. നോക്കൂ, അതായത് CX ബോണ്ടിന്റെ നെക്സ്റ്റ് ആയിട്ടുള്ള കാർബൺ, അതായത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താ, ഈ ബ്ലൂ കൊണ്ട് മാർക്ക് ചെയ്ത പോർഷൻ കാർബൺ തന്നെയല്ലേ? നിങ്ങൾക്ക് അറിയാലോ, ഇത് കാർബൺ തന്നെയാണ് അല്ലെ? ആ കാർബണിൽ എന്തുണ്ട്? ഒരു ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലാകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ഒരു ചെയിൻ ആയിരിക്കും, ഇതെന്ന് പറയുന്ന ഒരു റിംഗ് ആയിരിക്കും. ആ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഒന്ന് അല്ലീലിക്കും ഒന്ന് ബെൻസൈലിക്കും കേട്ടോ, അത് ഓർത്ത് വെക്കുക. കാരണം നമ്മൾ ഇനി പറയുന്ന സമയത്ത് അല്ലീലിക് കാർബൺ അല്ലെങ്കിൽ അല്ലൈൽ കോമ്പൗണ്ട് എന്നേ പറയുള്ളൂ. നമ്മളതിപ്പോ മനസ്സിലാക്കി എടുക്കണം. അപ്പൊ 2 സെക്ഷൻസ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് കോമ്പൗണ്ട്സ് ഹാവിങ് sp2CX ബോണ്ട് ആണ്. നമ്മൾ അപ്പോഴേ പറഞ്ഞത് ഏതായിരുന്നു? sp3 ആണ് അല്ലെ? sp3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്താ? സിംഗിൾ ബോണ്ടാ അല്ലെ? ഇവിടെ എന്താ വന്നിട്ടുള്ളത്? sp2 ആണ് വന്നിട്ടുള്ളത്. sp2 ആണ്. sp2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ ഡബിൾ ബോണ്ട് ആയിരിക്കും. അതൊക്കെ അറിയാലോ. ഓക്കെ, അപ്പൊ അതിനകത്ത് 2 ക്ലാസിഫിക്കേഷൻ വരുന്നത്, ഒന്ന് വിനൈലിക് ഹാലൈഡും ഒന്ന് അറൈൽ ഹാലൈഡും ആണ് വരുന്നത്. വിനൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലൈൽ പറഞ്ഞില്ലേ, അല്ലീലിക് കാർബൺ എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അല്ലീലിക് ഹാലൈഡ് എന്ന് പറഞ്ഞില്ലേ, അതിന് അതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ മാറിപ്പോവരുത്. കാരണം ചെറിയൊരു ഡിഫറൻസ് ആണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ളത്. നോക്കിക്കോളൂ, ഞാൻ അവിടെ എങ്ങനെയാ പറഞ്ഞേ? CX ബോണ്ടിന് തൊട്ടടുത്തുള്ള കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് വേണമെന്നാണ് പറഞ്ഞത് അല്ലെ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. CX ബോണ്ടിന് CX ബോണ്ടിലുള്ള കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് വേണം. തൊട്ടടുത്ത കാർബണിലല്ല, പകരം എന്താണ്? CX ബോണ്ടിലുള്ള കാർബണിന് എന്ത് വേണം? ഡബിൾ ബോണ്ട് വേണം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വിനൈൽ എന്ന് പറയുന്നത്. ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ, വിനൈൽ. ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കണോ ഞാൻ? കാരണം അവിടെ എന്താ പറഞ്ഞ? CX ബോണ്ടിന് തൊട്ടടുത്തുള്ള കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് വേണമെന്നാ പറഞ്ഞത്. ബട്ട് ഇവിടെ അങ്ങനെയല്ല. CX ബോണ്ടിലുള്ള
ആ കാർബണിലാണ് എന്ത് വേണ്ടത്? ഡബിൾ ബോണ്ട് വേണ്ടത്. ഓർത്തു വെക്കാം. ഓക്കെ, അതാണ് വിനൈലിക് കേട്ടോ. ഇനി അറൈൽ ഹാലൈഡ് പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. അറൈൽ ഹാലൈഡ്, അറൈൽ മീൻസ് എന്താണ്? ബെൻസീൻ ആണെന്ന് ആലോചിച്ചെടുത്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല അതിനകത്ത് ചിന്തിക്കാൻ. നോക്കിക്കോളൂ, എങ്ങനെ വരിക? എക്സ്, സി എക്സ്, ഇത് സി ആണല്ലോ, ഇതറിയാലോ, ഇത് സി ആണെന്ന് അറിയാം. ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ടാവും അല്ലേ? ഇപ്പൊ 1, 2 and 3 കണ്ടുവോ? ഇപ്പൊ സിയിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് വന്നു അല്ലേ? സിയിൽ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. കോമ്പൗണ്ട്സ് ഹാവിംഗ് sp2 ഹൈബ്രിഡ് CX ബോണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. 3 രീതിക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് നൊമൻക്ലേച്ചറിലാണ്. നൊമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ നെയിമിങ്, പേരിടുക, അത്ര തന്നെ കേട്ടോ. അപ്പൊ അതിനകത്ത് സിമ്പിൾ ആയിട്ട് പറയുന്നത് നോക്കിയാൽ നമുക്ക് 2 രീതിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൊമൻക്ലേച്ചർ വരാം പറയുമ്പോഴേ. അതായത് ഒന്ന് IUPAC നെയിം, IUPAC എന്ന് പറയും, IUPAC നെയിം. എന്താ IUPACയുടെ ഫുൾ ഫോം എന്ന് അറിയാവോ? ജസ്റ്റ് ഒരു ജനറൽ നോളജിന് ചോദിച്ചതാണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ട്ടാ, അതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതിന്റെ ഓർഗനൈസേഷൻ ആണ് അത് ആക്ച്വലി. അപ്പൊ അവരാണ് നമ്മുടെ ഈ പറയുന്ന കെമിക്കൽസിനും മറ്റും എന്ത് കൊടുക്കുന്നത്? നെയിമിങ് എല്ലാം കൊടുക്കുന്നത്. ഓക്കെ, സോ IUPAC നെയിമും ഉണ്ട്, അതുപോലെ കോമൺ നെയിം ഉണ്ട്. കോമൺ നെയിം ഇൻ ദ സെൻസ് നമ്മൾ സാധാരണ വിളിക്കുന്ന പേരുകൾ. നമ്മളെ വീട്ടിലെ നമുക്കൊരു കറക്റ്റ് നെയിം ഉണ്ട് അല്ലെ? ആസ് പെർ ദ സർട്ടിഫിക്കറ്റ് നമുക്കൊരു പേരുണ്ട്. പിന്നെ വീട്ടിലൊരു ചെല്ല പേര്, പെറ്റ് നെയിം ഒക്കെ ഉണ്ടാവില്ലേ അല്ലെ? സാധാ ഐ മീൻ പൊതുവെ എല്ലാവരും അതിന് ഷോർട്ടാക്കി വിളിക്കുകയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ. ഓരോന്ന് ചിക്കു, മിന്നു എന്നൊക്കെ പറഞ്ഞ് അല്ലേ? വേറെ വേറെ പേര്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്കൊരു IUPAC നെയിം, അതായത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു നെയിം ഉണ്ട്. അതുപോലെ കോമൺ നെയിം, അതായത് നമ്മൾ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരും. അങ്ങനെ 2 പേരുണ്ട് കേട്ടോ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സോൾട്ട് പറയാണ്. ഓക്കെ, ടേബിൾ സോൾട്ട് അല്ലെ? അപ്പൊ ടേബിൾ സോൾട്ട് നമ്മൾ സാധാരണ പറയണ്ടേ, അതിന്റെ പേരെന്താ? NaCl അല്ലെ? സോഡിയം ക്ലോറൈഡ്. അത് നമ്മൾ സോഡിയം ക്ലോറൈഡ് എടുക്കൂ, നമ്മള് കറിയിലിടാം എന്ന് പറയോ? ഇല്ല. ഉപ്പ് എടുക്കൂ, സോൾട്ട് എടുക്കൂ എന്നാ പറയുന്നത് അല്ലെ? അതുപോലെ നമ്മൾ അച്ചാറിൽ ഉപയോഗിക്കുന്ന ഒരാളുണ്ട്, ഒരു ആസിഡ് ഉണ്ട്. ഏതാത്? അസറ്റിക് ആസിഡ് ആണ് അല്ലെ? നമ്മൾ അസറ്റിക് ആസിഡ് എടുക്കൂ, നമുക്ക് ഒഴിക്കാം എന്ന് പറയോ? ഇല്ല അല്ലെ? വിനീഗർ എടുക്കൂ എന്നുള്ളതാണ്. അത് കോമൺ നെയിം ആണത്. അതേപോലെ ഒരുപാട് കോമൺ നെയിം ഉണ്ട് കേട്ടോ. സോ ഇതിനകത്ത് എക്സാമ്പിൾ നോക്കൂ എങ്ങനെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു RX എന്നുള്ള രീതിക്കാണ് പറഞ്ഞത് അല്ലെ? RX ആണ്. അപ്പൊ അതിനകത്ത് R എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. X എന്ന് പറയുന്നത് ഹാലജൻ ആണ്, ഓൾറെഡി പറഞ്ഞതാണ്. നോക്കൂ, ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. ഇനി ഇതിന് പറയുന്ന പേര് ഹാലോ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ IUPAC നെയിം. ഹാലോ ആൽക്കെയിൻ, അതായത് ഹാലജന്റെ പേര് ആദ്യം കൊടുക്കുക, അത് കഴിഞ്ഞ് ആൽക്കെയിന്റെ പേര് കൊടുക്കുക. ഇതിപ്പോ ഹാലജൻ അവിടെ ക്ലോറിൻ ആണ്, അതുപോലെ ആൽക്കെയിൻ എന്ന് പറയുന്നത് ഒരു മീഥെയിൻ ആണെന്ന് വിചാരിക്കുക. അല്ല, ഇവിടെ ഉണ്ട്, എക്സാമ്പിൾ ഉണ്ട്, നോക്കൂ. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ IUPAC നെയിം ഹാലോ ആൽക്കെയിൻ അല്ലേ? അപ്പൊ ഹാലജൻ ഇവിടെ ആരാ ഉള്ളത്? ബ്രോമിനാ. സോ നമ്മളത് എന്ത് വിളിക്കും? ബ്രോമോ. ഇനി ആൽക്കെയിൻ ആരാണ്? 2 കാർബൺ ഉള്ളതുകൊണ്ട് എത്ത്, അപ്പൊ ഈഥെയിൻ, ബ്രോമോ ഈഥെയിൻ. ഇതാണ് ഇതിന്റെ IUPAC നെയിം. അതേസമയം കോമൺ നെയിം എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡ് ആണ്, അതായത് തിരിയും. മനസ്സിലായോ? അപ്പൊ എത്ത് ഏതാണ്? എത്ത്, ഈഥൈല്. സോ ഈഥൈൽ പിന്നെ ബ്രോമൈഡ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. IUPAC എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഹാലജന്റെ പേര് എഴുതണം, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ തിരി. ഇങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോക്കൂ, നെയിം ചെയ്യുന്നത് കുറച്ച് എക്സാമ്പിൾസ് ആണ് നെയിം ചെയ്യാനുള്ളത്. അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ആദ്യത്തെ നോക്കിക്കേ, CH3, CH2, CH, Cl, CH3. ഇത് കാണുമ്പോൾ അത് അങ്ങനെ എഴുതി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണം ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്നുള്ളത് കേട്ടോ. ഞാനിവിടെ എഴുതി കാണിക്കാം. CH3, CH2, CH, CH3, Cl.
ഇങ്ങനെയാണ് അത് ശരിക്കും വരിക കേട്ടോ. അത് ഓർത്ത് വെക്കുക. CL ബ്രാക്കറ്റിനകത്തുള്ള CL എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക അതിന്റെ കോമൺ നെയിമാ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ IUPAC നെയിം എടുക്കാം നമുക്ക്, അല്ലെ? IUPAC നെയിം എടുക്കാം. IUPAC എന്ന് പറയുന്ന സമയത്ത് നോക്കിക്കേ എന്താ വരുന്നത്. സാധാ പോലെ നമ്മൾ നെയിമിങ്ങിൽ ചെയ്യില്ലേ, 1 2 3 നമ്പർ ഇട്ടിട്ട്. ആ ഒരു കാര്യം ചെയ്താൽ മതി ഇവിടെ. 1 2 3 4, അതുപോലെ 1 2 3 4. ഏതാ ഷോർട്ടസ്റ്റ്? ഇതാണ്. സോ 2 ആണ്. 2 എന്ന പൊസിഷനിൽ ആരുണ്ട് അവിടെ? യെസ്, ക്ലോറിൻ ഉണ്ട്. അപ്പൊ 2 ക്ലോറോ, 2 ക്ലോറോ. ഇനി എത്ര കാർബൺ ഉണ്ട്? 4 എണ്ണം ഉണ്ട്. സോ മെത്ത പ്രൊപ്പർ ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് 2 ക്ലോറോ ബ്യൂട്ടേൻ. കണ്ടോ? ഇതാണ് അവിടുത്തെ IUPAC നെയിം എന്ന് പറയുന്നത്, 2 ക്ലോറോ ബ്യൂട്ടേൻ. ഇനി ഇതിന്റെ നമ്മൾ കോമൺ നെയിം പറയുന്നത്. കോമൺ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആദ്യം ആരെ കൊടുക്കണം എന്നാ പറഞ്ഞേ? ആൽക്കെയിനെ കൊടുക്കണം, അല്ലേ? അപ്പൊ ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. സോ നോക്ക്, ബ്യൂട്ടൈൽ. ആ സെക്കൻഡ് ഞാൻ പറഞ്ഞുതരാം. ബ്യൂട്ടൈൽ. പിന്നെ ആരാ ഇവിടുത്തെ ഹാലജൻ ഉള്ളത്? ക്ലോറിൻ ആണ്. സോ ക്ലോറൈഡ്, ബ്യൂട്ടൈൽ ക്ലോറൈഡ് എന്ന് കൊടുത്തു. ഇനി സെക്ക് ഉണ്ടല്ലോ, സെക്ക് മീൻസ് സെക്കൻഡറി. സെക്കൻഡറിനെയാണ് സെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി പറഞ്ഞില്ലേ? അപ്പൊ അതിനകത്ത് സെക്കൻഡറി എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് നോക്കാനാ പറഞ്ഞ അവിടെ? പറഞ്ഞേ? യെസ്, നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസിനെ നോക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോ 2 ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൈമറി, ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സെക്കൻഡറി, ആൻഡ് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എന്താ, ടേഴ്സറി എന്ന് പറഞ്ഞു. ഇവിടെ നോക്ക്, ഇവിടെ എങ്ങനെ നോക്കുന്നത്? നമ്മൾ ഈ ഒരു പൊസിഷൻ വേണം നോക്കാനായിട്ട്. ഓക്കെ, ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ, അതായത് ഇതിനെ നമ്മൾ നോക്കാൻ പാടില്ല. അതായത് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അവിടെ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടേഴ്സറി ആണോ എന്നുള്ളത് നമുക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ നോക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ആരെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ ആര് എക്സ്ട്രാ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ക്ലോറിൻ ആണ് എക്സ്ട്രാ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ ആ അറ്റാച്ച് ചെയ്ത പോർഷൻ വേണം നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാനായിട്ട്. മനസ്സിലായോ? ഈ ഒരു പോർഷൻ വേണം എപ്പോഴും കൺസിഡർ ചെയ്യാനായിട്ട്. ഇതിനകത്ത് ആ കാർബൺ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരെണ്ണമാണ്, അല്ലെ? വിച്ച് മീൻസ് അതെന്താണ്? സെക്കൻഡറി ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ആ സെക്കൻഡറി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡറിയുടെ പകരം 2 എന്ന് കൊടുക്കാം, അതിൽ തെറ്റൊന്നുമില്ല. 2 എന്നിട്ട് ഹൈഫൻ ഇട്ട് കൊടുക്കാം. 2 എഴുതിയാലും ശരിയാട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, അതേപോലെ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി വരച്ചു തരാം. സോ പെട്ടെന്ന് മനസ്സിലാവും. CH3 ത്രൈസ് ആണ് കേട്ടോ. CH2 Br. CH3 ത്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. 3 CH3 ഉണ്ട് എന്നല്ല അർത്ഥം. ഇങ്ങനെയാണ് കിടക്കുക. അപ്പൊ ഇതിനകത്ത് നമ്മൾ പേരിടുമ്പോൾ ഇതുപോലെ തന്നെയാ വരിക, അല്ലേ? അപ്പൊ പേരിടുമ്പോൾ അത് നമ്പറിങ് വേണം. 1 2 3 4. 1 2 3 ഇങ്ങനെയുള്ള നമ്പർ ഇടുക. എങ്ങനെയാണെങ്കിലും 1 2 3 ഇങ്ങനെ തന്നെ വരിക. ഓക്കെ, സോ ഇവിടെ 2 ആണ് വരുന്നത്. അപ്പൊ 2 പൊസിഷനിൽ 2 CH3 ഗ്രൂപ്പ് ഉണ്ട്. സോ എന്ത് വരാം? പക്ഷെ അതിന് മുന്നേ ഞാൻ പറഞ്ഞു IUPAC നെയിം ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഹാലജൻ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹാലജൻ ഏതാ പൊസിഷൻ? 3 പൊസിഷൻ ആണ്, അല്ലെ? 3 പൊസിഷനിലാണ്. സോ 3 ബ്രോമോ 2 2 ഡൈമീഥൈൽ. 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് കേട്ടാ. അതുകൊണ്ട് ഡൈമീഥൈൽ പ്രൊപ്പൈൻ. മനസ്സിലായോ? ഡൈമീഥൈൽ പ്രൊപ്പൈൻ. കിട്ടിയോ? അപ്പൊ ഇതാണ് അതിന്റെ IUPAC നെയിം. ഇനി അതേപോലെ കോമൺ നെയിം വരുന്ന സമയത്ത് നിയോപെന്റൈൽ ബ്രോമൈഡ്. നിയോപെന്റൈൽ എത്ര കാർബൺ ഉണ്ട്? 1 1 2 3 4 5. ഇങ്ങനെ ഒരു ഷേപ്പില് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് നിയോപെന്റൈൽ എന്നാണ് കേട്ടോ. ഓർത്ത് വെക്കുക, നിയോപെന്റൈൽ ബ്രോമൈഡ്. ഓർത്ത് വെക്കുക, നിയോപെന്റൈൽ ബ്രോമൈഡ് കേട്ടോ. അതിനെങ്ങനെയാ പറയാ, ഒന്ന് ഓർത്ത് വെക്കുക. ഇനിയിപ്പോ നിയോപെന്റൈൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ അയ്യോ ഇത് വേറെന്തോ ആണ് എന്ന് വിചാരിക്കണ്ട. അപ്പൊ ആ കോമ്പൗണ്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. അടുത്തത് അതുപോലെ തന്നെയാണ് ഏകദേശം. 5 എണ്ണം വന്നൂല്ലോ, അതുകൊണ്ട്. ഇനിയിപ്പോ ഇവിടെ അതേപോലെ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. CH3 3 എണ്ണം വരുന്നുണ്ട്, അതിനകത്ത് Br വരുന്നുണ്ട്. CH3 Br കണ്ടോ? ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ടേർട്ട് ബ്യൂട്ടൈൽ എന്നാണ്
ഐ മീൻ പറയുക. ഇവിടെ എത്ര എണ്ണം ഉണ്ട് കാർബൺ? 4 ഉള്ളത് അല്ലെ. 4 ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ടേഴ്സറി എന്ന് പറയില്ലേ, അതുപോലെ ടേർട്ട് എന്നാ പറയുക. ടേർട്ട് ബ്യൂട്ടൈൽ ബ്രോമൈഡ് എന്നാണ് പറയാന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇവിടെ ഒരു സിയും കൂടെ വരുമ്പോഴാണ് നമ്മൾ അതിനെ നിയോ പെൻറ്റൈൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ അതിന്റെ IUPAC നെയിം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എളുപ്പമാണ്. നമ്മൾ മുൻപെല്ലാം പഠിച്ച സെയിം പ്രൊസീജിയറിൽ തന്നെയാണ് നെയിം ചെയ്യുന്നത്, IUPAC നെയിം ചെയ്യുന്നത്. കോമൺ നെയിം മാത്രമാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നത് കേട്ടോ. അടുത്തത് നോക്കിക്കേ, ഇവരുടെ പ്രത്യേകത എന്താ? നമ്മൾ ക്ലാസിഫിക്കേഷനകത്ത് പറഞ്ഞതാ അല്ലെ. എന്താ പറഞ്ഞിട്ടുള്ളത്? CX ബോണ്ട് പറഞ്ഞിരുന്നു അല്ലെ. ഇപ്പൊ CX ബോണ്ടിന്റെ തൊട്ടടുത്തുള്ള ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞു. CX ബോണ്ടിന്റെ തൊട്ടടുത്തുള്ള ഡബിൾ ബോണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ഏത്? വിനൈൽ ക്ലോറൈഡ് അല്ലെ. വിനൈലിക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പൊ ഇവിടെ എന്താ? അത് വിനൈൽ ക്ലോറൈഡ് എന്നാണ് വരിക കേട്ടോ. ഇനി അതേസമയം ഇവരെ ഒന്ന് നോക്കിയേ, ഇവരെന്താ പ്രത്യേകത? CX ബോണ്ടിന്റെ തൊട്ടടുത്തുള്ള കാർബണിലാണ് എന്ത് വന്നിട്ടുള്ളത്? അതെ, ഡബിൾ ബോണ്ട് വന്നിട്ടുള്ളത്. സോ അതെന്തിന് എക്സാമ്പിൾ ആണ്? അല്ലൈലിന് എക്സാമ്പിൾ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താ? അത് അല്ലൈൽ ബ്രോമൈഡ് ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ടോളുവീൻ എന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളത് ആദ്യം അറിയണം. ബെൻസീൻ എടുത്തു കഴിഞ്ഞാൽ ബെൻസീനിൽ ഒരു CH3 അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന പേരാണ് ടോളുവീൻ. കോമൺ നെയിം ആണ് കേട്ടത്. അതാദ്യം അറിയണം നിങ്ങൾ. ബെൻസീനിൽ CH3 അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേരെന്തുവാ? യെസ്, ടോളുവീൻ. അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനിയിപ്പോ അതേസമയം ബെൻസീനകത്ത് OH അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അതിന്റെ പേര്? ഒന്ന് പറഞ്ഞേ. യെസ്, വെരി ഗുഡ്. ഫീനോൾ എന്നാണ് അതിന്റെ പേര് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പേരുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അത് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറയും കേട്ടോ. സോ ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ കേസ് നോക്കിക്കേ. അതായത് CH3 അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എവിടെ? ബെൻസീനില്. ഞാനപ്പോ അതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്, സോ ദാറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ടാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. ഇവിടെ ഞാൻ CH3 എഴുതിയിട്ടുണ്ട്. ഇതാണല്ലോ ടോളുവീൻ. ഇതിന്റെ തൊട്ടടുത്ത് എന്തുണ്ട്? ഒരു ക്ലോറിൻ ഉണ്ട്. ഓക്കെ. സോ ഇനി ഇത് പറയണതിന് മുന്നേ നിങ്ങൾക്ക് അറിയേണ്ട ഒരു 3 പൊസിഷൻ ഉണ്ട്. ഓർത്തോ, പാര, മെറ്റ, അല്ലെങ്കിൽ ഓർത്തോ, മെറ്റ, പാര, അങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓർത്തോ, മെറ്റ, പാര എന്ന് പറയുന്ന 3 പൊസിഷൻ. അത് ഏതൊക്കെയാണ് പൊസിഷൻ എന്നുള്ളതും കൂടെ നിങ്ങൾ അറിയണം. ഇതാണ് നമ്മുടെ മെയിൻ കോമ്പൗണ്ട് അവിടെ ഉള്ളത് എന്ന് വിചാരിക്കൂ. നമ്മുടെ മെയിൻ കോമ്പൗണ്ട് അവിടെ ഉള്ളത് ഇതാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള 2 പൊസിഷൻസ് ആണ് ഓർത്തോ എന്ന് പറയുന്നത്. അതിന്റെ തൊട്ടടുത്തുള്ള 2 പൊസിഷൻസിനെ നമ്മൾ ഓർത്തോ എന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പൊസിഷനെ നമ്മൾ മെറ്റ എന്ന് വിളിക്കുന്നു, 2 എണ്ണം. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള പൊസിഷനെ നമ്മൾ പാര എന്ന് വിളിക്കും. പാര കേട്ടോ. അപ്പൊ അതിന് പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. നമ്മൾ 1 ഓർത്തോ ആണെങ്കിൽ 1 6 അല്ലെ. 1 അല്ല, സോറി, 2 6. ഓക്കെ. ഇനി മെറ്റ ആണെന്നുണ്ടെങ്കിൽ 3 5. ഓക്കെ. പാരയാണെങ്കിൽ 1 4. അതെന്താ ഈ കാര്യം എന്ന് വിചാരിക്കണ്ട നിങ്ങള്. നമ്മൾ ജസ്റ്റ് നെയിമിങ് ചെയ്യില്ലേ. ഇത് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, അങ്ങനെയാണല്ലോ വരിക. അപ്പൊ ഞാൻ ആ നമ്പേഴ്സാ പറഞ്ഞത്. 1 4 ആണെങ്കിൽ എന്താ? അത് പാരയാ വരിക. 2 6 ആണെങ്കിൽ ഓർത്തോയാ വരിക. 3 5 ആണെങ്കിൽ മെറ്റയാണ് വരിക. ഓർത്തു വെക്കാം. അപ്പൊ ഇതിനകത്ത് നോക്കിയേ, ഈ ക്ലോറിൻ എന്ന് പറയുന്നത് എവിടെയാ കിടക്കുന്നത്? ക്ലോറിൻ നമ്മുടെ CH3ന്റെ തൊട്ടടുത്താണ് കിടക്കുന്നത് ക്ലോറിൻ എന്ന് പറയുന്ന ആള് അല്ലേ. അതെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാല് അവിടെ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ ഓർത്തോ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതുകൊണ്ടാണ് O എന്ന് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഓർത്തോ ക്ലോറോ ടോളുവീൻ. ഓർത്തോ ക്ലോറോ ടോളുവീൻ. ഓക്കെ. അടുത്ത നോക്കൂ, ബെൻസൈലിക്. നമ്മൾ പഠിച്ചതാ ബെൻസൈലിക് എന്ന് പറഞ്ഞിട്ട് അല്ലെ. അത് തന്നെയാണ്, ബെൻസൈൽ ക്ലോറൈഡ് ആണത്. ഇനി അടുത്തത് ഇത് 3 അറിഞ്ഞിരിക്കുക, കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 കോമ്പൗണ്ട് ആണിത്. CH2Cl2, അത് മെത്തിലിൻ ക്ലോറൈഡ്. ഇത് നോക്കിക്കോളൂ. ഇയാള് ആരത്? CH3Cl3 എന്ന് പറഞ്ഞ ക്ലോറോഫോം ആട്ടോ. ക്ലോറോഫോം കേൾക്കാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ക്ലോറോഫോമിന്റെ ഫോമുലയാണ് ഏതെന്ന് പറയുന്നത്? CHCl3 എന്ന് പറയുന്നത്. ഓർത്ത് വെക്കാം. അതുപോലെ ബ്രോമോഫോം ആണെങ്കിൽ ഈ ക്ലോറിനെ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ബ്രോമിൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രോമോഫോം ആയി. ഇനി ബ്രോമിനെ മാറ്റി ഇട്ട് കഴിഞ്ഞാൽ അത് അയഡോഫോം ആയി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ IUPAC നെയിം എല്ലാം നമ്മൾ ഇടുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക.
ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? ഇപ്പൊ കോമൺ നെയിമും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ചില കോമ്പൗണ്ടുകളുടെ അറിഞ്ഞാൽ മതി, എല്ലാത്തിന്റെയും അറിയേണ്ട കാര്യമൊന്നും അവിടെ വരുന്നില്ല. ഓക്കെ, ഇനി നോക്കൂ, ഇനി നമ്മളിപ്പോ ഹാലോ ആൽക്കീൻസിന്റെ നെയിമിംഗ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് ഹാലോ അറീൻസിന്റെ കുറച്ചെണ്ണം നോക്കാം. എളുപ്പമാണ്, ഒന്നുമില്ല അതിനകത്ത്. നോക്കിക്കേ, ബെൻസീനകത്ത് 2 ക്ലോറിൻ ഉണ്ട് അല്ലെ? ബെൻസീനകത്ത് 2 ക്ലോറിൻ ഉണ്ട്. സോ നമ്മൾ നെയിം ഇടുമ്പോൾ എങ്ങനെയാ വരുന്നത്? ഇവിടെ 1ഉം ഇവിടെ 2 ആയിരിക്കും പൊസിഷൻ. അപ്പൊ ആ 2 പൊസിഷനിലാണ് ക്ലോറിൻ ഉള്ളത്. സോ നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും? 1,2 ഡൈക്ലോറോ ബെൻസീൻ അല്ലെ? 1,2 ഡൈക്ലോറോ ബെൻസീൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ, എന്താ വരുന്നത്? ബ്രോമിൻ ആണ് അല്ലെ? 1,3 ഡൈബ്രോമോ ബെൻസീൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെയൊക്കെ കോമൺ നെയിം വരുന്ന സമയത്ത് എങ്ങനെയാ വരിക? അതെ അതെ അതെ, എന്ത് വരും? ടൊളുവിന്റെ കേസാണ് അത്. ഓർത്തോ പൊസിഷനിൽ ആരുണ്ട്? ക്ലോറിൻ ഉണ്ട്. സോ ഓർത്തോ ക്ലോറോ ടൊളുവിൻ അല്ല, ക്ലോറോബെൻസിൻ എന്ന് വരിക കേട്ടോ. ക്ലോറോബെൻസിൻ. ഓക്കെ, അടുത്തതോ നോക്കൂ, 3 വന്നല്ലേ? ഇത് പോളിക്ക് എക്സാമ്പിൾ ആക്ച്വലി. പോളി അതായത് 3 പൊസിഷനിൽ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ എങ്ങനെ പറയുക? അപ്പോ 1,3, 1,3,5 ട്രൈബ്രോമോ. 3 ഉള്ളതുകൊണ്ട് ട്രൈബ്രോമോ ബെൻസീൻ. ഓക്കെ, ഇനി അതേസമയം നോക്കൂ, 3 കോമ്പൗണ്ടുകൾ, ഐ മീൻ 3 ഹാലജൻസാണ് വന്നിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിന് ആ പ്രയോറിറ്റി അനുസരിച്ച് നമ്പർ കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പ്രയോറിറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം ബ്രോമിൻ ആണ്, ദെൻ ഫ്ലൂറിൻ ആണ്, ദെൻ അയഡിൻ ആണ് കേട്ടോ. തിരിച്ചാ വരിക, ഫ്ലൂറിൻ ബ്രോമിൻ അയഡിൻ, അതുപോലെ കേട്ടോ. അതിന്റെ പ്രയോറിറ്റി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതിന്റെ അറ്റോമിക് മാസ് അനുസരിച്ചായിരിക്കും ഇത് വരുന്നുണ്ടാവുക. ജസ്റ്റ് ഒന്ന് അതിനെ എന്ത് ചെയ്താൽ കൊടുത്താൽ മതി, നെയിം ചെയ്ത് കൊടുക്കുക ആസ് യൂഷ്വൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് നമ്മുടെ അറീൻസിന്റെ കേസിൽ, ഹാലോ അറീൻസിന്റെ നെയിമിങ്ങിൽ വരുന്നത്. ഓക്കെ, നമ്മൾ നെയിമിങ് കഴിഞ്ഞു, അതിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി വരുന്നത് പ്രിപ്പറേഷൻസ് ആണ്. അപ്പൊ ആദ്യം പ്രിപ്പറേഷൻസ് നോക്കുന്നത് ഹാലോ ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് 1 ആണ് ഫ്രം ആൽക്കഹോൾസ്. ആൽക്കഹോൾസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ ആണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ആൽക്കഹോൾ, അത് അറിഞ്ഞിരിക്കണം. എന്താണ് ആൽക്കഹോൾ? എനിക്ക് തോന്നുന്നു നിങ്ങൾ 10th വിട്ട് കഴിഞ്ഞാൽ +1 പഠിച്ചിട്ടുണ്ടല്ലോ, കുറെയൊക്കെ ഈ പറയുന്ന ഓർഗാനിക് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പകുതി ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. സോ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? യെസ്, OH ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ആൽക്കഹോൾ ആണ്, ഓൾ അല്ലെ? അതുപോലെ പേരിടുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് എന്ത് ചേർക്കണം? ഓയിൽ ചേർക്കണം. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, സ്റ്റിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. സോ ROH അങ്ങനെയാണ് നമ്മുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. ഒരു ആൽക്കഹോളിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ROH ആണ്. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് നോക്കൂ. ഫസ്റ്റ് റിയാക്ഷൻ, അതിൽ ഇത്രയും റിയാക്ഷൻസ് നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, അതായത് ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇത്രയും റിയാക്ഷൻസ് നമുക്ക് പോസിബിൾ ആണ് യൂസിങ് ആൽക്കഹോൾ ഉപയോഗിച്ച് ഇത്രയും റിയാക്ഷൻസ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ROH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ആൽക്കഹോൾ എടുക്കുന്നു. ദെൻ HX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഹാലോ ആൽക്കെയിൻ തന്നെയാണ്. അല്ലെ? HX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലോ മീൻസ് ഹാലോജൻ. ആൽക്കെയിൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആസിഡ് ആണത്. അതായത് HX അല്ലേ? HX. അപ്പൊ എക്സിന് പകരം ഞാൻ CL ചേർത്ത് കഴിഞ്ഞാൽ അത് എന്തായി? HCl ആയത്. അതൊരു ആസിഡ് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ആരാണ്? സിങ്ക് ക്ലോറൈഡ് കേട്ടോ. ZnCl2 ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? എന്താ നോക്കൂ, എന്താ സംഭവിച്ചിട്ടുള്ളത് പറയൂ. ആറിന്റെ അവിടെ ആര് വന്ന് നിൽക്കും? X വന്ന് നിൽക്കും. ഓക്കെ, ഈ OHന്റെ കൂടെ ചേർന്ന് പോയി H2O ഉണ്ടായി. Hഉം OHും കൂടെ ചേർന്ന് ആരാ? H2O ആണ് അല്ലെ? അപ്പൊ H2O ഉണ്ടായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഓർത്ത് വെക്കുക, ROH + HX ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RX കിട്ടുന്നു പ്ലസ് H2Oയും കിട്ടുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കൂ. ROH ആരുടെ കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? NaBr. ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? അതെ, NaBr, സോഡിയം ബ്രോമൈഡും
അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് H2SO4. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഹാലജൻ ഇവിടെ പോയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ RBr ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, ഈ OH ആരുടെ കൂടെ പോവും? അതെ, OH ബാക്കി ഉള്ള H2SO4 ആൾക്കാരും കൂടെ ചേർന്നിട്ട് H2O ആയിട്ടും NaH സോഡിയം ബൈസൾഫേറ്റ് ആയിട്ടും നമുക്കിവിടെ ബൈ പ്രൊഡക്റ്റുകൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത നോക്കൂ, 3 ROH എടുക്കണം കേട്ടോ, 3 മോൾസ് എടുക്കണം ഇവിടെ. കഴിഞ്ഞതിലെല്ലാം ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്, ബട്ട് ഇവിടെ എത്ര? 3 മോൾസ് എടുക്കണം നമ്മള്. സോ അതിന്റെ കൂടെ PX3 ഇൻ ദ സെൻസ് എക്സിന്റെ അവിടെ CL കൊടുത്തു കഴിഞ്ഞാൽ PCl3 സെറ്റ് അല്ലേ? PCl3. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഈ ROH കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? എക്സ് ഇവിടെ വന്ന് നിൽക്കും. സോ 3RX കിട്ടും. അതുപോലെ H3PO3 ഇത് ഫോസ്ഫോറിക് ആസിഡിന്റെ ഫോർമുലയുടെ ഒരു ആസിഡും കൂടെ കിട്ടും കേട്ടോ. ഫോസ്ഫോറിക് ആസിഡ് ആണിത്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് നമ്മൾ എടുക്കുന്നത് ഇവർ രണ്ടുപേരും മാത്രമേ പാടുള്ളൂ. ക്ലോറിനും ബ്രോമിനും മാത്രമാണ് നമ്മൾ എക്സ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ളവർക്ക് റിയാക്ഷൻ കിട്ടില്ല. ഇനി അടുത്ത് നോക്കിക്കേ, ROH പ്ലസ് PCl5. ഇവിടെ 3 മോൾസ് ഒന്നും വേണ്ട കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ മറ്റേത് PCl3 ആയിരുന്നല്ലോ, അപ്പൊ 3 മോൾസ് എടുത്തല്ലോ, സോ ഇവിടെ എടുക്കണ്ടേ? അങ്ങനെയുള്ളതൊന്നും വേണ്ട, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ജസ്റ്റ് PCl5 എടുക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് തന്നെ, RCl അല്ലേ? അതെ, RCl പ്ലസ് POCl3 പ്ലസ് HCl. POCl3 പ്ലസ് HCl. എളുപ്പമല്ലേ? എളുപ്പമല്ലേ? ഏകദേശം കിട്ടും നമുക്ക് കേട്ടോ. ഓക്കെ, ഇനിയുള്ളത് നോക്കിക്കേ, ROH അല്ലേ? അതെ, ROHന്റെ കേസ് വരുന്ന സമയത്ത് റെഡ് ഫോസ്ഫറസ്. ആരത്? റെഡ് ഫോസ്ഫറസ് ആണ്. P എന്ന് പറയുന്ന ഫോസ്ഫറസ് ആണ്. അതുപോലെ ഒരു X2 ഒരു ഹാലജൻ ഡൈഹാലജൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് RX കിട്ടും. അതൊരു ഫോർമുലയാണ്. ഇതെല്ലാം ആൽക്കഹോൾ വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണെന്നുള്ളത് ഓർക്കുക. അതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട് വിച്ച് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ റിയാക്ഷൻ ആണ്, ഈ ലാസ്റ്റ് വൺ ഉണ്ടല്ലോ, ഈ റിയാക്ഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ. മനസ്സിലായോ? എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം, റീസൺ ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഇതാദ്യം പഠിച്ചു വെക്കുക. ഓക്കെ, അതായത് ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ SOCl2, എന്താ ഇതിന്റെ പേരെന്താ? SOCl2 പറഞ്ഞ എന്താണെന്നറിയാവോ? ഇതിന്റെ പേരാണ് തയോനൈൽ ക്ലോറൈഡ്. THIO തയോനൈൽ ക്ലോറൈഡ് എന്നാണ് ഈ ന്റെ പേര്. ഈ തയോനൈൽ ക്ലോറൈഡുമായിട്ട് ഒരു ROH ഒരു ആൽക്കഹോള് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് RCl. ആസ് യൂഷ്വൽ ഒരു ഹാലോ ആൽക്കീൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ SO2യും HCl-ഉം കൂടെ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞേ? SO2 പ്ലസ് HCl. ഇനി എന്തുകൊണ്ടാണ് ഈ റിയാക്ഷൻ ഇത്രത്തോളം ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറയാൻ കാരണം എന്നുള്ളതിന്റെ റീസൺ കൂടെ പറയാം. ഇങ്ങനെ കിട്ടുന്ന റിയാക്ഷന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് SO2 സൾഫർ ഡയോക്സൈഡ് അല്ലെ? സൾഫർ ഡയോക്സൈഡ് ആണ്. അതുപോലെ HCl-ഉം ആണ്. ഓക്കെ, ഇനി ഇവർ രണ്ടുപേർക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ ബൈ പ്രൊഡക്റ്റ് രണ്ടുപേർക്കും ഒരു പ്രത്യേകതയുണ്ട്. ബോത്ത് ആർ എന്ത് ഗ്യാസ് ആണ്. രണ്ടുപേരും ഗ്യാസ് ഫോമിലായിട്ടാണ് നമുക്ക് അതിന്റെ എന്ത് കിട്ടുന്നത്? ബൈ പ്രൊഡക്റ്റ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ രണ്ടുപേരും ഗ്യാസ് ഫോമിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ പെട്ടെന്ന് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മിക്സ്ചർ ആയിട്ടാണല്ലോ ഇവര് 3 പേരും വരുന്നത്. ആര്? RCl-ഉം SO2യും HCl-ഉം എന്തായിട്ടാ കിടക്കുന്നത്? മിക്സ്ചർ ആയിട്ടാണ് അവിടെ വരിക അല്ലെ? ബാക്കി രണ്ടുപേരും ഗ്യാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നും RCl-നെ സെപ്പറേറ്റ് ചെയ്യാൻ അവിടെ എന്താണ്? എളുപ്പമാണ് അല്ലെ? എളുപ്പമാണ്. വി ക്യാൻ സെപ്പറേറ്റ് ദ ഡിസൈർഡ് പ്രൊഡക്റ്റ് ഈസിലി. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാനായിട്ട് കാരണം. ഓക്കെ, ഇനി ഈ മെത്തേഡിന് നമ്മൾ ഒരു പേരും കൂടെ പറയും. അതിന്റെ പേരാണ് ഡാർസൻസ് മെത്തേഡ്. ഡാർസൻസ് മെത്തേഡ് എന്ന് പറയുന്നത്.
ഇത്രയും കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമ്മുടെ പ്രിപ്പറേഷൻ, നമ്മുടെ ഫസ്റ്റ് പ്രിപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഫ്രം എവിടെ നിന്നാ? ആൽക്കഹോൾസ് എന്നാണ് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറുതാക്കിയിട്ടാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് മനസ്സിലാക്കുക, സോ ദാറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാമല്ലോ. ഈ വലുതായി കാണുമ്പോൾ ചിലർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും ചെറിയ ഫോമിലാണ് ഞാനിത് സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്കൊരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. സോ അങ്ങനെ പഠിക്കാമല്ലോ നിങ്ങൾക്ക് എളുപ്പത്തിൽ, അതുകൊണ്ടാണ്. സോ നോക്കൂ, ആൽക്കഹോൾസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ നെക്സ്റ്റ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത് ഫ്രം ഹൈഡ്രോ കാർബൺസാ. ഓക്കെ, ഹൈഡ്രോ കാർബൺസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ ആണ്. അതിലും ഒരു സബ്സെക്ഷൻ ഉണ്ട്, ആദ്യത്തെ ഫ്രം ആൽക്കെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സെക്ഷൻ. ഓക്കെ, അപ്പൊ അതിലെങ്ങനെയാ വരുന്നത് നോക്കൂ. ആൽക്കെയിനിൽ നിന്നാണെന്ന് പറഞ്ഞല്ലേ. ആൽക്കെയിനിൽ നിന്നായത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ സിമ്പിൾ ആയിട്ടുള്ള ആൽക്കെയിൻ എടുക്കാം. ഏതാ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ആൽക്കെയിൻ എന്ന് പറയുന്നത്? യെസ്, മീഥേൻ. നിങ്ങൾക്കത് അറിയാലോ. മെത്ത, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട, നണ്ണ്, ഡക്ക്. കാർബണിന്റെ എണ്ണം അനുസരിച്ച് നമ്മൾ ഇങ്ങനെയാണ് നെയിം ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻ ആണ് ഏതെന്ന് പറയുന്നത്? മീഥേൻ എന്ന് പറയുന്നത് അറിയാലോ. മീഥേന്റെ ഫോർമുലയാണ് CH4. ഓക്കെ, ഇതെല്ലാം അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ക്ലോറിനായിട്ട് ട്രീറ്റ് ചെയ്യണം. ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? യെസ്, ക്ലോറിൻ. മനസ്സിലായോ? ക്ലോറിൻ മീൻസ് നമുക്കറിയാതെ ക്ലോറിൻ Cl2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അറിയാം. സോ Cl2 എന്നുള്ളത് അവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ആണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അത് നിർബന്ധമായിട്ട് ഓർത്തു വെക്കുക. ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റിൽ ഈ റിയാക്ഷൻ നടക്കുന്നു. അപ്പൊ അവിടെ എന്ത് ഡിഫറൻസ് ആണ് അവിടെ ഉണ്ടാവണം നോക്കൂ. എന്താ ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്താ ഉണ്ടായിട്ടുള്ളത് നോക്കൂ. അതെ, അതായത് ഇവിടെ നിന്ന് ഒരു H പോയി, ഇവിടെ നിന്ന് ഒരു H പോയി, ഇവിടെ നിന്ന് ഒരു Cl പോയി. ബാക്കി അങ്ങ് ചേർന്നിരുന്നു. ബാക്കിയുള്ളവരെ ചേർത്ത് എഴുതൂ. അപ്പൊ എങ്ങനെ വരും? CH3Cl അല്ലെ. അപ്പൊ ബാക്കി ആരാ ഉള്ളത്? HCl അല്ലേ ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടെ വേണമെങ്കിൽ പ്ലസ് HCl എന്ന് കൊടുക്കാം, പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ -HCl എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് HCl ആണ് നമ്മൾ എന്ത് ചെയ്ത് കളയുന്നത്? എലിമിനേറ്റ് ചെയ്ത് കളയുന്നത്. ഓക്കെ ഓക്കെ, യെസ്. ഇനി ഇതെന്താ? സൺലൈറ്റിന്റെ പ്രസൻസിലാണെന്ന് പറഞ്ഞു. അപ്പൊ ലൈറ്റിനെ നമ്മൾ ഇങ്ങനെയും കൂടെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, Hν കേട്ടോ. ഇങ്ങനെയും കൂടെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അത് എങ്ങാനും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ Hν എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തിരിച്ചറിയാനായിട്ട് അറിയണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ആളുടെ പേരാണ് ക്ലോറോമീഥേൻ എന്ന് പറയുന്നത്, അല്ലെ? ക്ലോറോമീഥേൻ. ഇനി ഈ പ്രൊഡക്റ്റിന് നമ്മൾ എടുത്തു, ക്ലോറോമീഥേൻ എടുത്തു, പിന്നെയും ഈ പറയുന്ന Cl2 ആഡ് ചെയ്ത് കൊടുത്തു. സോ ഇവിടെ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? HCl എലിമിനേറ്റ് ചെയ്യുന്നു. HCl എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇത്. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇവിടെ നിന്ന് ഒരു H കളഞ്ഞു, ഇവിടെ നിന്ന് ഒരു Cl കളഞ്ഞു. സോ CH2Cl2 എന്നുള്ളതായി. ഓക്കെ ഓക്കെ, അപ്പൊ ഇവരുടെ പേര് നോക്കൂ. 2 ക്ലോറിൻ ഉണ്ട്. സോ അതിന്റെ പേരാണ് ഡൈക്ലോറോമീഥേൻ. ഇനി സെയിം ആ ബൈ പ്രൊഡക്റ്റ് എടുത്തു, അതിന്റെ കൂടെ എന്തെടുത്തു? Cl2 പിന്നെയും ആഡ് ചെയ്തു. സോ ദാറ്റ് വി ഗെറ്റ് CHCl3. ഇതിന്റെ പേരാണ് ട്രൈക്ലോറോമീഥേൻ. ഇതിന്റെ കോമൺ നെയിം എന്ന് പറഞ്ഞേ. ട്രൈക്ലോറോമീഥേന്റെ കോമൺ നെയിം എന്താ? എന്താ പറഞ്ഞേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സാധനം, ഇഷ്ടമെന്നല്ല, ഫെമിലിയർ ആയിട്ടുള്ള ഒരു കെമിക്കലിന്റെ പേരാണ്. ഏതായിരുന്നു? യെസ്, ക്ലോറോഫോം. ക്ലോറോഫോം ആണ് കേട്ടോ അത്. CHCl3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ. ആ CHCl3 എടുത്തു, ദെൻ പിന്നെയും Cl2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് CCl4 ആണ് കിട്ടിയത്. ദാറ്റ് ഈസ് കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയും. കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ? Cl ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം അവിടെ എന്തില്ല? യെസ്, ഹൈഡ്രജൻ അവിടെ ഇല്ല. ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതിന് പിന്നീട് ഫെർദർ റിയാക്ഷൻസ് പോസിബിൾ അല്ല. ഓക്കെ, ഇതാണ് ഫ്രം ആൽക്കീൻസിന്റെ കേസിൽ. ഇതാണ് ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. സോറി, ആൽക്കീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാതെ അല്ലെ. ഇപ്പൊ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ആൽക്കൈൻ എടുക്കുക, റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ്
ഫ്രം ആൽക്കീൻസ് ആണ്. നമ്മൾ ആൽക്കെയിന് കഴിഞ്ഞു, അപ്പൊ ഇനി അടുത്ത് എന്താ? ആൽക്കീനാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക തന്നെ വേണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിനകത്ത് വരുന്നൊരു റൂളാണ് മാർക്കോവ്നിക്കോവ്സ് റൂൾ എന്ന് പറയുന്നത്. പേര് പഠിച്ചു വെക്കുക, മാർക്കോവ്നിക്കോവ്സ് റൂള്. എന്താണ് ഈ റൂൾ എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നിട്ടുണ്ട് ഞാൻ, പക്ഷെ അത് ഞാൻ ആദ്യം പറയുന്നില്ല. ആദ്യം എന്താണ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കണം എന്നുള്ളത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. അപ്പോഴേ നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. നോക്കൂ, ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ. നോക്കൂ, ഇതിനകത്ത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത് ഒരു ആൽക്കീൻ ആണ്, ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ. എന്താണ് അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന ഒരു സിമെട്രിക്കൽ ആൽക്കീൻ ആണ്. ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കണം. ഡബിൾ ബോണ്ടിന്റെ രണ്ട് ഭാഗത്തും ഒരേ ആൾക്കാരാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് സിമെട്രിക്കൽ നിന്നും, രണ്ട് ഭാഗത്തും രണ്ട് ആൾക്കാർ, അതായത് ഡിഫറെന്റ് ആൾക്കാരാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അൺസിമെട്രിക്കൽ ആൽക്കീൻ. ഓക്കെ, സോ മാർക്കോണിക്കോസ് റൂളിൽ കൂടുതലും അൺസിമെട്രിക്കൽ ആൽക്കീനിലാണ് ഉള്ളത്. ഓക്കെ, സോ അതിനുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു? ഒരു ഹാലോ ആൽക്കീൻ അല്ല, HBr ആഡ് ചെയ്ത് കൊടുത്തു, HBr. അങ്ങനെ HBr ആഡ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റീസ് ആണ് നമുക്ക് അറേസ് ചെയ്യുന്നത് പ്രൊഡക്റ്റിന്റെ കേസിൽ. അത് ഏതൊക്കെ ഈ രണ്ട് പോസിബിലിറ്റീസ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പോസിബിലിറ്റി, ഈ H ഇങ്ങോട്ട് വരികയും ഈ Br ഇങ്ങോട്ട് വരികയും. അതാണ് ഫസ്റ്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. H കറക്റ്റ് ഇത് നോക്കിയാൽ മതി. H എങ്ങോട്ടാ പോകുന്നത്, അതുപോലെ തന്നെ Cl എങ്ങോട്ടാ പോകുന്നത്, Br എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത്. സെക്കൻഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് H ഇങ്ങോട്ട് പോകുന്നു, Br ഇങ്ങോട്ട് പോകുന്നു. ഇതെന്താ ഇങ്ങോട്ട് പോണ, ഇവിടെ മാത്രം പോകുന്നത് എന്നുള്ള ഡൗട്ട് വരരുത്. ബിക്കോസ് ഇത് എവിടെ മാത്രമാണ് സംഭവിക്കുന്നത്? ഡബിൾ ബോണ്ടിന്റെ രണ്ട് ഭാഗത്ത്, ഡബിൾ ബോണ്ടിന്റെ ടു പോർഷൻസ്, രണ്ട് സൈഡുകളിലാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് പോസിബിലിറ്റീസ് വഴി നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് അവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആദ്യത്തെ പോസിബിലിറ്റി ഒന്ന് നോക്കിക്കേ. എന്താ ഞാൻ പറഞ്ഞത്? H എങ്ങോട്ട് പോകുന്നു? CH പോകുന്നു. ആ CH ഒരു H പോയി കഴിഞ്ഞാൽ എന്തായി മാറും? CH2 ആയിട്ട് മാറും, അല്ലേ? അതേസമയം CH2 Br പോയി കഴിഞ്ഞാൽ അതെന്താവും? CH2Br. ഈ പറയുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, തിരിഞ്ഞു പോയതാണ്. ഇതാണ്, ഈ ഒരു പ്രൊഡക്റ്റ് ആണ് അത് വരിക. നേരെ നോക്കിക്കോളൂ, മനസ്സിലാവും. അതേസമയം HCH2 പോയി കഴിഞ്ഞാൽ അത് CH3 എന്നാവും. CHന്റെ കൂടെ Br പോയി കഴിഞ്ഞാൽ അത് CHBr എന്നാവും. ആൻഡ് ഈ പ്രൊഡക്റ്റ് ആണ് ഇത്. ഓക്കെ, അങ്ങനെ രണ്ട് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. സോ നമുക്ക് വരും, രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അപ്പൊ ശരിക്കും ഏതായിരിക്കും കറക്റ്റ് പ്രൊഡക്റ്റ് എന്നുള്ളൊരു അർത്ഥമാണ്, ചോദ്യമാണ് നമുക്ക് വരുന്നത്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ അങ്ങനെയല്ല, പകരം മേജർ പ്രൊഡക്റ്റ്, മൈനർ പ്രൊഡക്റ്റ് എന്നാണ് നമ്മൾ അതിനെ പറയാം. ഓക്കെ, മേജർ പ്രൊഡക്റ്റ് അതുപോലെ മൈനർ പ്രൊഡക്റ്റ്. സോ ആസ് പെർ മാർക്കോണിക്കോസ് റൂള് പ്രകാരം മേജർ പ്രൊഡക്റ്റ് ആരായിരിക്കും എന്നറിയോ? ഏറ്റവും കൂടുതൽ, അതായത് ഡബിൾ ബോണ്ടിന്റെ തൊട്ടടുത്തുള്ള ആൾക്കാരെയാണ് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആയിരിക്കും ആര് പോകുക? പോസിറ്റീവ് പാർട്ട് പോവുക. പോസിറ്റീവ് പാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ H+. അപ്പൊ H+ എങ്ങോട്ടാ പോകുന്നത്? കാർബൺ ആറ്റം ഹാവിങ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഏറ്റവും കൂടുതലുള്ള കാർബണിലേക്കായിരിക്കും H പോകുക. ദാറ്റ് വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ്. അതായിരിക്കും അവിടുത്തെ മേജർ പ്രൊഡക്റ്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അത് പ്രകാരം, ഞാനിപ്പോ പറഞ്ഞ കാര്യം പ്രകാരം, വിച്ച് വൺ ഈസ് ദ മേജർ പ്രൊഡക്റ്റ് ഹിയർ? ഇവിടെ ഹൈഡ്രജനിലെ എണ്ണം കൂടുതൽ എവിടെയാണ്? അതെ, ഞാൻ ഗ്രീൻ കൊണ്ട് വരച്ചില്ലേ, ആ പോസിബിലിറ്റി ആണ് കാരണം, അല്ലെ? നോക്ക്, കാരണം H CH2 Br CH പോകുന്നു. സോ ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് മേജർ പ്രൊഡക്റ്റ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? മൈനർ പ്രൊഡക്റ്റ്. ഇതാണ് മാർക്കോണിക്കോസ് റൂൾ എന്ന് പറയുന്നത്. ഇനി അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വായിച്ചു തരാം. അസിമെട്രിക്കൽ റിയേജന്റ്, അല്ലെ?
ഈസ് ആഡഡ് ടു ആൻ അസിമെട്രിക്കൽ ആൽക്കീൻ. അസിമെട്രിക്കൽ റിയേജന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് HBr-നെയാണ്. അതൊരു അസിമെട്രിക്കൽ ആണല്ലോ. ഇതിപ്പോ രണ്ട് H2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിമെട്രിക്കൽ ആവില്ലേ? രണ്ടും ഒരേതാണ്. ഇവിടെ ഇപ്പൊ എന്തായി, HBr എന്ന് പറയുമ്പോൾ രണ്ടാണ്, വിച്ച് മീൻസ് ദാറ്റ് ഇസ് അസിമെട്രിക്കൽ. അപ്പൊ അസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു റിയേജന്റ് ഒരു അസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ആഡ് ആയിട്ടുണ്ടെങ്കിൽ, ഇതൊരു അസിമെട്രിക്കൽ ആൽക്കീൻ അല്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആയിട്ടുണ്ടെങ്കിൽ അതെ, ദ നെഗറ്റീവ് ഹാഫ് ഓഫ് ദ റിയേജന്റിന്റെ നെഗറ്റീവ് ഹാഫ് ആരാണ് ഇവിടെ പറഞ്ഞേ? ആരാ? Br ആണ് ട്ടാ. Br ആണ് ഇവിടുത്തെ നെഗറ്റീവ് ഹാഫ്. Br അല്ലേ മൈനസ്? നെഗറ്റീവ് ഹാഫ് ഓഫ് ദ റിയേജന്റ് വിൽ അറ്റാച്ച് ടു ദ കാർബൺ ആറ്റം കണ്ടെയ്നിങ് ഫ്യൂവർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇവര് നേരെ തിരിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹൈഡ്രജൻ ആറ്റം ഏറ്റവും കുറവ് എവിടേക്കാണോ അവിടേക്കായിരിക്കും അറ്റാച്ച് ചെയ്യാന്ന്, അതായത് ഇങ്ങോട്ട്. തിരിച്ച് മാർക്കോണിക്കോസ് റൂള് ഞാനിപ്പോ പറഞ്ഞ പോലെ പറഞ്ഞാലും ട്രൂ ആണ് കേട്ടോ. അതിലൊരു വ്യത്യാസമില്ല, ഒരു കുഴപ്പമില്ല. അതായത് ഇത്ര പറയാം, ഇങ്ങനെ പറയാം, അതായത് ഇൻ കേസ് ഓഫ് ആൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ, ഓക്കെ, ആൽക്കീൻ, ഇവിടെ എന്താ സംഭവിക്കുക? ദ പോസിറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജന്റ് വിൽ ഗോ ടു ദ കാർബൺ ആറ്റം ഹാവിംഗ് ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാലും മതി. ഓക്കെ, മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇയാളായിരിക്കും എന്ന് പറഞ്ഞാലും മതി. സോ ഇതാണ് ഫസ്റ്റ് വൺ ആണ് നമ്മുടെ മേജർ പ്രൊഡക്റ്റ്, ആൻഡ് ദിസ് ഇസ് മാർക്കോണിക്കസ് റൂൾ, വിച്ച് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങളുടെ മാർക്കോണിക്കസ് റൂൾ എഴുതുന്നല്ല പറയുക, മനസ്സിലായോ? നിങ്ങൾക്ക് ഇതുപോലെയുള്ള എക്സാമ്പിൾസ് ആണ് തരിക. സോ യു മസ്റ്റ് റിക്കഗ്നൈസ്, ഇതാണ് റൂള് എന്നുള്ളത് യു മസ്റ്റ് റിക്കഗ്നൈസ്. ഓക്കെ ഓക്കെ. ഇനി ഇതുപോലെ ഒരു റൂൾ കൂടി ഉണ്ട്, ദാറ്റ് ഇസ് പെറോക്സൈഡ് അല്ലെങ്കിൽ കറാഷ് എഫക്റ്റ് എന്ന് പറയും. പെറോക്സൈഡ് അല്ലെങ്കിൽ കറാഷ് എഫക്റ്റ്. അപ്പൊ ഈ റൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇച്ചിരി മുമ്പ് പഠിച്ച റൂൾ ഉണ്ടല്ലോ, സെയിം റൂളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, സെയിം റൂളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഈ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പേരാണ് ഖറാഷ് എഫക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ആന്റി മാർക്കോണിക്കോസ് റൂൾ എന്ന് പറയാം കേട്ടോ. അതിനെന്തും കൂടെ പറയാം, ആന്റി മാർക്കോണിക്കോസ്, ANTI, ആന്റി മാർക്കോണിക്കോസ് റൂൾ എന്ന് പറയാം, ഖറാഷ് എഫക്റ്റ്, അതുപോലെ പെറോക്സൈഡ് എഫക്റ്റ്. ഇത്രയും പേരുകളുണ്ട് ഇയാൾക്ക്. ഓക്കെ, ഇവിടെ പറയുന്ന ഒന്നുമില്ല, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു മാർക്കോണിക്കോസ് റൂൾ ആണ്. അതുകൊണ്ട് നമ്മൾ ആന്റി മാർക്കോണിക്കോസ് റൂൾ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരാളുടെ പ്രസൻസിലാണ് നടക്കുക. ആരുടെ പ്രസൻസിലാണ്? പെറോക്സൈഡിന്റെ പ്രസൻസിൽ. ഓർത്തു വെക്കുക, പെറോക്സൈഡിന്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ ആയിരിക്കും ഇവര്. അപ്പൊ അവര് പ്രത്യേകം എഴുതുന്നത് പ്രസൻസ് ഓഫ് പെറോക്സൈഡ് അല്ലെങ്കിൽ പെറോക്സൈഡ് എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, പെറോക്സൈഡിന് ഒരു എക്സാമ്പിൾ ആണ് H2O2 എന്ന് പറയുന്നത്. H2O2 ഇതൊരു പെറോക്സൈഡാ കേട്ടോ, ഓർത്തു വെക്കുക. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നോക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതിനകത്ത് HBr നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആന്റി മാർക്കോണിക്കോസ് റൂൾ അല്ലെങ്കിൽ ഖറാഷ് എഫക്റ്റ് പ്രകാരം അത് എങ്ങനെ വരാം ഒന്ന് പറഞ്ഞേ? യെസ്, എന്ത് വരാം? അതായത് ലോവർ നമ്പറിലേക്കായിരിക്കും ആര് പോകുന്നത്? ഹൈഡ്രജൻ പോകുന്നുണ്ടാവുക അല്ലെ? ഇവിടെ ലോവർ നമ്പർ ആരാണ്? C ആണ് അല്ലേ? അപ്പൊ അവിടെ ഹൈഡ്രജൻ പോകുന്നു പറയുമ്പോൾ ഇതായിരിക്കും അവിടുത്തെ മേജർ പ്രൊഡക്റ്റ്. അതാണ് പ്രസൻസ് ഓഫ് പെറോക്സൈഡ് എന്ന് എഴുതിയിട്ടുള്ളത്. കണ്ടുവോ? പ്രസൻസ് ഓഫ് പെറോക്സൈഡ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇത് ആബ്സെൻസ് ഓഫ് പെറോക്സൈഡിൽ മേജർ റിയാക്ഷൻ അല്ലെങ്കിൽ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാ. ഓക്കെ, ആബ്സെൻസിൽ മേജർ പ്രൊഡക്റ്റ് ഇതും, പ്രസൻസിൽ മേജർ പ്രൊഡക്റ്റ് ഇതുമാണ് വരികയാണ്. ഓക്കെ, സെറ്റ് അല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്റ്റേറ്റ്മെന്റും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് പെറോക്സൈഡ്. ആൽക്കീൻസിന്റെ കേസിൽ രണ്ട് കാര്യങ്ങൾ രണ്ട് റൂള് വരുന്നുണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. ബിക്കോസ് നമുക്ക് റിക്കഗ്നൈസ് ചെയ്യാനുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് ഫ്രം ഹാലോ ആൽക്കീൻസ് കേട്ടോ. നെക്സ്റ്റ് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് വരുന്നത് ഹാലോ ആൽക്കീൻസിനകത്ത്. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, അതുപോലെ സ്വാർട്സ് റിയാക്ഷൻ. ഫിംഗൽസ്റ്റീനും അതുപോലെ തന്നെ സ്വാർട്സ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓർഗാനിക്കിനകത്ത് നെയിംഡ് റിയാക്ഷന് ഉള്ള ഇമ്പോർട്ടൻസ് വേറെ ഏതിനും ഇല്ല. മനസ്സിലായോ? അതായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള റിയാക്ഷൻസ് എന്ന് പറയുന്നത് നെയിംഡ് റിയാക്ഷൻസ് ആണ്, പേരുള്ള റിയാക്ഷനുകൾ. നോക്കൂ, ഫിംഗൽസ്റ്റീൻ, സ്വാർട്സ്, ഇതെല്ലാം നെയിംഡ് റിയാക്ഷൻ എക്സാമ്പിളാ. മനസ്സിലായോ? സോ ഇതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് അവിടെയുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങളോട് ഇങ്ങനെ ഒന്നും ചോദിക്കില്ല, എന്ത്, അതായത് ഇതാണ്
അല്ലെങ്കിൽ ഇതിൽ ഏതാ ഫിംഗർ റിയാക്ഷൻ അങ്ങനെയല്ല ചോദിക്കുക, റിയാക്ഷൻ ആണ് തരിക. അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാത്തിലും റിയാക്ഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചത് സ്റ്റേറ്റ്മെന്റിന് പകരം. ഓക്കെ, കാരണം ഇതിനെ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ്, അതായത് വലിച്ചു നീട്ടി എഴുതുന്നത് ഈസും ബോസും എല്ലാം ചേർത്ത് എഴുതുന്നത് തന്നെയാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേർഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോത്ത് രണ്ടും അറിയാമല്ലോ. ഓക്കെ, സോ നോക്കൂ, ഇവിടെ RX എടുത്തു. RX പറഞ്ഞ ഹാലോ ആൽക്കെയിൻ എടുത്തു. അതിൽ എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, NaI ആണ്, സോഡിയം അയഡൈഡ് ആണ് എടുത്തിട്ടുള്ളത്. ആരാ എടുത്തിട്ടുള്ളത്? യെസ്, സോഡിയം അയഡൈഡ്. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് പകരം നമ്മൾ Cl-ഉം Br-ഉം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇൻ ദ പ്രസൻസ് ഓഫ് ആരാണ് നോക്കൂ, അസറ്റോൺ ആണ്. ആരാണ്? യെസ്, അസറ്റോൺ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് നടക്കുന്നത്. എന്താ വരുന്നത്? I ഇങ്ങോട്ട് പോകുന്നു അല്ലെ, I ഇങ്ങോട്ട് പോകുന്നു, X ഇങ്ങോട്ട് പോകുന്നു, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും നടക്കുന്നില്ല. സോ അപ്പൊ ഇവിടെ എന്താവും? RIയും അതുപോലെ തന്നെ NaXും. സോ ഫിംഗർ സ്റ്റീൻ റിയാക്ഷൻ എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു ആൽക്കൈൽ അയോഡൈഡ് ഉണ്ടാക്കാൻ, ഒരു ആൽക്കൈൽ അയോഡൈഡ് ഉണ്ടാക്കാൻ ഓർത്തു വെക്കാം കേട്ടോ. യെസ്, ആൽക്കൈൽ അയോഡൈഡ് ഉണ്ടാക്കാനായിട്ടാണ് ഫിംഗർ സ്റ്റീൻ റിയാക്ഷൻ ഉപയോഗിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അയഡൈഡ് ഉണ്ടാക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ, വേറെ ഏതും വരില്ല. ഐക്ക് പകരം വേറെ ഏതും വരില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ആൽക്കൈൽ അയഡൈഡ് ഉണ്ടാക്കാൻ മാത്രമാണ് ഇത് ഉപയോഗിക്കുക. ഓക്കെ, ഇനി അതേസമയം സ്വാട്സ് റിയാക്ഷൻ, രണ്ടാമത്തെ റിയാക്ഷൻ ആണ് സ്വാട്സ് റിയാക്ഷൻ. സ്വാട്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്ലൂറിന്റെ കേസാണ് അവിടെ വരുന്നത്. ആരാണ്? യെസ്, ഫ്ലൂറിൻ. ഓക്കെ, ഇവിടെ നോക്കൂ, ഇതുപോലെ ഒരു ആൽക്കൈൽ ബ്രോമൈഡ് എടുത്തു, അതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന ആളാരാ നോക്കൂ, AgF, സിൽവർ ഫ്ലൂറൈഡാ. ആരാണ്? യെസ്, AgF കേട്ടോ, സിൽവർ, യെസ്, ഫ്ലൂറൈഡ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഒരു ആൽക്കൈൽ ഫ്ലൂറൈഡ്. അപ്പൊ ഇത് എന്തുണ്ടാക്കാനാ? ആൽക്കൈൽ ഫ്ലൂറൈഡ്. ഇത് രണ്ടും ഓർത്ത് വെക്കേണ്ട കാര്യമാണ് കേട്ടോ. ഒന്ന് ആൽക്കൈൽ അയഡൈഡ് ഉണ്ടാക്കാനും ഒന്ന് ആൽക്കൈൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കാനുമാണ് ഇവിടെ റിയാക്ഷൻസ് വന്നിട്ടുള്ളത്. ഒന്ന് ഫിംഗർ സ്റ്റീനും ഒന്ന് സ്വാട്സും. ഒന്ന് ഫിംഗർ സ്റ്റീനും ഒന്ന് യെസ് സ്വാട്സും. മാറിപ്പോകരുത് കേട്ടോ, ഫിംഗർ സ്റ്റീൻ അല്ലേ, അപ്പൊ അതിനകത്ത് എല്ലും മയ്യൊക്കെ ഉണ്ട് ഒരുപാട്, അപ്പൊ അയഡൈഡ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇത് ജസ്റ്റ് ഫ്ലൂറിൻ ആണ്, സോ അത് സ്വാട്സ് ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെയിം റിയാക്ഷൻ ആണ്, സോ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് റിയാക്ഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. വെരി 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 ഇമ്പോർട്ടന്റ് കേട്ടോ. ഇതൊന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പോ ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻസിന്റെ കേസാണ് പറഞ്ഞത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാലോ അറീൻസിന്റെ പ്രിപ്പറേഷൻ ആണ്. ഹാലോ അറീൻസ് ഒന്നാമത്തതാണ് ഫ്രം ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, ബെൻസീൻ പോലുള്ള ആൾക്കാർ, കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടിനെയാണല്ലോ നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ അറീൻസ് എന്ന് പറയുമ്പോൾ ആരാ? അത് അറീൻസ് പറഞ്ഞു കഴിഞ്ഞാല് റിംഗ് ആയിരിക്കണം, റിംഗ് സ്ട്രക്ചർ. അപ്പൊ റിംഗ് സ്ട്രക്ചർ വരുന്ന ആള് നമുക്ക് അറിയുന്ന ആരാ? ബെൻസീനാ അല്ലെ. അപ്പൊ ബെൻസീനകത്ത് CH3 വന്നാൽ അതിന്റെ പേരെന്താ? ആദ്യം പറഞ്ഞേ, ഞാനത് അപ്പോഴേ പറഞ്ഞ, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു തന്നാ. ബെൻസീനകത്ത് CH3 വന്നു കഴിഞ്ഞാൽ അതിന്റെ പേര് എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? യെസ്, ടോളുയിൻ. ടോളുയിൻ. ഓക്കെ, അപ്പൊ ഈ ടോളുയിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്താ ആഡ് ചെയ്യണു? ഒരു X2, ഒരു ഹാലജൻ നമ്മൾ ആഡ് ചെയ്യണു ഇൻ ദ പ്രസൻസ് ഓഫ് അയേൺ. അയേണും അതുപോലെ ഡാർക്ക് ആയിരിക്കണം അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, ഡാർക്ക് എൻവയോൺമെന്റിൽ. അങ്ങനെ നമ്മൾ റിയാക്ഷൻ ഫോളോ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രണ്ട് പെയർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്, പെയർ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് ഒന്ന് ഓർത്തോ പ്രൊഡക്റ്റും ഒന്ന് പാരാ പ്രൊഡക്റ്റും ആണ് കിട്ടുന്നത്. ഇത്ര ഓർത്ത് വെക്കുക, ഒന്ന് ഓർത്തോ പ്രൊഡക്റ്റും ഒന്ന് പാരാ പ്രൊഡക്റ്റും. ഓർത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ മെയിൻ ആളുടെ തൊട്ടടുത്തുള്ള പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓർത്തോ. മെയിൻ ആളുടെ ഓപ്പോസിറ്റ് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പാരാ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സോ ഓർത്തോ പ്രൊഡക്റ്റും അതുപോലെ തന്നെ എന്താ വരിക? യെസ്, പാരാ പ്രൊഡക്റ്റും. മനസ്സിലായി എന്ന് വിചാരിക്കണം. അടുത്തത് സാൻ മേയേഴ്സ് റിയാക്ഷൻ. എഗെയിൻ എന്ത് വന്നു? യെസ്, ഒരു നെയിം റിയാക്ഷൻ വന്നിട്ടുണ്ട്. എഗെയിൻ വെരി ഇമ്പോർട്ടന്റ്, കാരണം ഇത് നെയിം റിയാക്ഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ് സാൻ മേയേഴ്സ് റിയാക്ഷൻ.
സോ സാൻഡ്വെയർ റിയാക്ഷൻ 2 സ്റ്റെപ്പായിട്ട് വേണം പഠിക്കാനായിട്ട്. നമ്മൾ ആദ്യം നടക്കുന്നത്, ഇതാരാ അത്, ഇയാളുടെ പേരറിയാവോ? ബെൻസീനകത്ത് NH3 വന്നപ്പോൾ നമ്മൾ ടൊളുയിൻ എന്ന് വിളിച്ചു. OH വന്നപ്പോൾ നമ്മൾ എന്ത് വിളിച്ചു? ഫീനോൾ എന്ന് വിളിച്ചു. NH2 വന്നു കഴിഞ്ഞാൽ അതിന്റെ പേരെന്ന് പറയുന്നത് അനിലിൻ ആണ് കേട്ടോ. അനിലിൻ. അതിന്റെ പേരെന്തുവാ? യെസ്, അനിലിൻ. അനിലിൻ എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അപ്പൊ അനിലിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണു? NaNO2, സോഡിയം നൈട്രേറ്റും അതുപോലെ HX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCl, അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം. ഇപ്പൊ NaNO2 പ്ലസ് HCl ഇൻ ദ പ്രസൻസ് ഓഫ് ടെമ്പറേച്ചർ എത്രയാ? 273 to 278 കെൽവിനിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് N2X ആണ്. അതായത് N2 ഇപ്പൊ HCl ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ N2Cl എന്ന് പറയും. N2Cl ഇതിന്റെ പേരാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. Cl വന്നപ്പോൾ ക്ലോറൈഡ് വന്നു കേട്ടോ. അല്ല വെച്ച് കഴിഞ്ഞാൽ ജനറൽ പറയുമ്പോൾ അത് ഹാലൈഡ് എന്ന് പറയും. അപ്പൊ ഞാൻ ഇതിന്റെ പേര് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്നാണ് പറയുന്നത്. എന്താ ആഡ് ചെയ്യുന്നത്? NaNO2 പ്ലസ് HX, ഓർത്ത് വെക്കുക. ഇനി ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? Cu2X2. ഓക്കെ, Cu2X2. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Cu2Br2. എക്സിന് പകരം Br കൊടുക്കാം. Br2 കൊടുത്തു കഴിഞ്ഞാൽ ബെൻസീനിൽ ഈ NH2 മാറിയിട്ട് ആരായിട്ട് നിൽക്കും? Br വന്ന് നിൽക്കും. ഓക്കെ, Br. അപ്പൊ ബ്രോമോ ബെൻസീൻ നമുക്ക് കിട്ടും, നൈട്രജനും കിട്ടും. അത് ഗ്യാസ് ആയിരിക്കും കേട്ടോ. ഇതാണ് സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. ഇതിന് വേണമെങ്കിൽ ഒറ്റ റിയാക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അതായത് കാണിച്ചു തരാം. ഇതാരാ? NH2 ആണ് കേട്ടോ, അത് എഴുതുന്ന സ്ഥലമല്ലേ. ഇവിടെ എഴുതുന്നുണ്ട് NH2, അതായത് അനിലിനാണ്. അതിൽ അനിലിന് നല്ലൊരു ആരോമാർക്ക് കൊടുക്കുക. അതിനകത്ത് ഈ പറയുന്ന റിയേജൻസ് എല്ലാം കൂടെ അങ്ങ് എഴുതുക. NaNO2 പ്ലസ് HCl, ഞാൻ Cl ചേർത്ത് എഴുതുന്നുണ്ട്. 273 to 278 കെൽവിൻ. അതുപോലെ Cu2Br2. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്ന ഏതായിരിക്കും? Br. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ഹൗ വിൽ യു കൺവേർട്ട് അനിലിൻ ടു എന്താണ്? ബ്രോമോബെൻസീൻ. ഓക്കെ, അനിലിൽ നിന്നും ബ്രോമോബെൻസീനിലേക്ക് നിങ്ങൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ഓപ്ഷൻസ് വരും. സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ, ഫിംഗൽസ്റ്റീൻ, സ്വാട്സ്, അങ്ങനെ വരും. അപ്പൊ നിങ്ങൾ ഏത് ടിക്ക് ചെയ്യണം? യെസ്, ഏതാണ്? സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ വേണം ടിക്ക് ചെയ്യാൻ. സെറ്റ് അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് റിയാക്ഷൻ ഗട്ടർമാൻസ് റിയാക്ഷൻ ആണ്. ലാസ്റ്റ് റിയാക്ഷൻ ആണ് കേട്ടോ. അത് ഗട്ടർമാൻ റിയാക്ഷൻ ആണ്. ഇനി എന്താണ് ഈ ഗട്ടർമാൻ റിയാക്ഷൻ എന്നുള്ളത് നോക്കുക. നമ്മൾ അപ്പോഴേ പറഞ്ഞ 2 സ്റ്റെപ്പ് ഇല്ലേ, അതേപോലെ ഇവിടെയും 2 സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ അതിൽ ഒരു സ്റ്റെപ്പ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അപ്പോഴേ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? യെസ്, അനിലിൻ ആണ് അല്ലെ. NH2 എടുക്കുക, ദാറ്റ് ഈസ് അനിലിൻ. അതിൽ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? NaNO2 ബാർ HX വന്നു അല്ലേ? അതെ. പിന്നെ താഴെ 278 to അല്ലേ? സോറി, 273 to 278 കെൽവിൻ അല്ലേ? അപ്പൊ നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആൻസർ? യെസ്, N2X എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഇത്. അതായത് N2X എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടി. ഓക്കെ, ആ കോമ്പൗണ്ട് അല്ലേ ഇത്? നോക്കൂ, N2Xന് പകരം Cl എന്ന് എഴുതി. സോ ഇവിടെ Cl ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. മനസ്സിലായില്ലേ? N2Cl എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്ക് ഇവിടെ കിട്ടി. അതിനകത്ത് നമ്മൾ ആര് ആഡ് ചെയ്തിട്ടുണ്ട്? Cu ആഡ് ചെയ്തു. ആരെയാണ് ആഡ് ചെയ്തത്? ശ്രദ്ധിക്കുക, Cu ആൻഡ് HCl നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ ആഡ് ചെയ്തത് Cu2X2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. ബട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത് ആരെയാണ്? വെറും Cu, കോപ്പർ മാത്രം. ഇതിന് വേണമെങ്കിൽ കോപ്പർ പൗഡർ എന്ന് എഴുതാം കേട്ടോ. Cu പൗഡർ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്.
വിച്ച് മീൻസ് വേറെ ആരും ഇല്ല, കോപ്പർ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ബെൻസീനിൽ ക്ലോറിൻ വരുന്നുണ്ട്. ബെൻസീനിൽ ആര് വരുന്നുണ്ട്? ക്ലോറിൻ അല്ലേ? അതായത് ഒരു ഹാലോ ക്ലോറോബെൻസിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഗെറ്റർമാൻസ് റിയാക്ഷൻസ്. സോ ഗെറ്റർമാൻ റിയാക്ഷനും അതുപോലെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ റിയാക്ഷൻ തമ്മിലുള്ള ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ കോപ്പർ പൗഡറും വേറെ അവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ Cu2X2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് ഉപയോഗിക്കുന്നത്. ആകെയുള്ള ഡിഫറൻസ് അത് മാത്രമാണ് കേട്ടോ. അപ്പൊ പഠിക്കുമ്പോൾ രണ്ടും ചേർത്ത് പഠിക്കുക. ഒന്ന് സാൻമയറും ഒന്ന് ഗെറ്റർമാനുമാണ്. അപ്പൊ രണ്ടും ചേർത്ത് വേണം പഠിക്കാൻ. കണ്ടോ ഈ സ്റ്റെപ്പ് കണ്ടോ നിങ്ങൾ? രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുക, നിങ്ങൾക്ക് കിട്ടും ഏകദേശം ഒരു ഐഡിയ. രണ്ടും ഒരേ സ്റ്റെപ്പാണ് ആക്ച്വലി. റിയേജന്റ് മാത്രമാണ് വ്യത്യാസം, അതും വളരെ ചെറിയ രീതിയിലുള്ള വ്യത്യാസം. Cu2X2 ആണ് ഇവിടുത്തെ റിയേജന്റ്, വേറെ ഇവിടെ Cu അതായത് കോപ്പർ പൗഡർ ആണ് ഇവിടുത്തെ അതെ റിയേജന്റ് എന്ന് പറയുന്നത്. ബോത്ത് സെയിം ആൻസർ ആണ് ഇവിടെ കിട്ടുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആൻസർ ചെയ്യാനായിട്ട്. ജസ്റ്റ് അവരിങ്ങനെ ചോദിക്കണോ ഒരു അനിലിനെ എങ്ങനെ നമ്മൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൽ ഏത് ഉത്തരം വേണമെങ്കിലും പറയാം. ഗെറ്റർമാനും പറയാം, സാൻമയറും പറയാം. മനസ്സിലായില്ലേ? പക്ഷെ ഇൻ ദ പ്രസൻസ് ഓഫ് എന്ന് പറഞ്ഞ റിയേജന്റിന്റെ പേര് പറയുമ്പോൾ ആൻസർ അവിടെ എന്ത് ചെയ്യും? ഡിഫർ ചെയ്യും. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. ഇത് പഠിക്കുക. കാരണം പ്രിപ്പറേഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പോ ഹാലോ ആൽക്കെയിൻസിലും ഹാലോ അറീൻസിന്റെ കേസും ബോത്ത് കാറ്റഗറീസിന്റെയും പ്രിപ്പറേഷൻസും പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അതുപോലെ നെയിമിങ്ങും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിയാക്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഗെറ്റർമാൻ, അതുപോലെ സാൻമയേഴ്സ്, ദെൻ ഈ പറയുന്ന ഫിംഗർസ്റ്റീൻ സ്വാട്സ്, ഇതെല്ലാം നെയിംഡ് റിയാക്ഷൻ ആണ്. അതുപോലെ ഈ കറാഷ് എഫക്റ്റ് അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റ്, അതുപോലെ മാർക്കോണിക്കോസ് റൂള്. 4-5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, വിച്ച് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കണ്ടോ? പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് SOCl2, ദാറ്റ് ഈസ് തൈനൽ ക്ലോറൈഡിന്റെ ഒരു റിയാക്ഷൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക തന്നെ വേണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് വരുന്ന ക്ലാസ്സുകൾ കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു കാര്യം, ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അത് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. പിന്നീട് പഠിക്കാം, ഒരു വട്ടം കേട്ട് പിന്നീട് പഠിക്കാം എന്നുള്ളത് ആക്കി വെക്കാതിരിക്കുക കേട്ടോ. മാക്സിമം ടൈം മാനേജ്മെന്റ് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യാതെ സ്മാർട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് നോക്കുക. താങ്ക് യു.